സിഗിമൺ ശ്രീ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വായുമർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ്. എന്നാൽ നമുക്കിവിടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ജാറ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ട്യൂബ്, പിന്നെ നമുക്ക് വേണ്ടത് ഇത് അടപ്പ് തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് രീതിയിലുള്ള ഏതെങ്കിലും ഒരു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു വസ്തു മാത്രം മതി. പിന്നെ നമുക്ക് ഇച്ചിരി കളർ വെള്ളം വേണം, കളർ ചേർത്ത് ഇച്ചിരി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു സ്റ്റീൽ പാത്രം, സ്റ്റീൽ തന്നെ വേണമെന്നില്ല, നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാവുന്നതാണ്. നമുക്ക് എന്നിട്ട് ഇതിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിവിടെ ഇത് എടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അടപ്പ്, അത് ഞാൻ ഇതിൻ്റെ നടുക്ക് വെക്കുവാണ്, വെള്ളത്തിൻ്റെ നടുവേ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ നടുവി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ ഇതിൻ്റെ നടുവിൽ വെള്ളത്തിൻ്റെ നടുവി അടപ്പ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ നടുവി നടവ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു ജാറ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പറയൂ, എന്താണ് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ്? ഇനി നമുക്ക് ഒരു ഹോസും വെച്ചിട്ട് നോക്കാം എന്താ ഇനി സംഭവിക്കുന്നതെന്ന്. നമുക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് ട്യൂബ് അത് നമുക്കിനി വെക്കാം. പരമാവധി കയറ്റാവുന്ന അത്രയും കയറ്റിക്കോളൂ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് മുകളിലേക്ക് പൊങ്ങി വന്നു. നേരത്തെ ഇങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നത്? അല്ല, നേരത്തെ ഇതിനകത്തെ വെള്ളം താഴ്ന്നായിരുന്നു ഇരുന്നത്. കാരണം എന്താണ്? ഇതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത്, ഈ ബോട്ടിൻ്റെ അകത്തേക്കാളുള്ള വായു പുറത്തുണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള വായു അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ വെള്ളം തടസ്സമാണ്. അപ്പോൾ വായു നേരെ വന്ന് ആ വെള്ളത്തിനെ തള്ളി മുകളിലേക്ക് കയറ്റും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, ആണ് ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ പിടിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത് നിന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് വിരലെടുക്കാൻ പോവുകയാണ്. എങ്ങനെ ഇത് താഴോട്ട് പോയി? ഇതിനകത്തുള്ള വായു നേരെ താഴ്ത്തി, ഇതിനകത്തുണ്ടായിരുന്ന വായു ഓപ്പോസിറ്റ് ചെയ്തു. പൊക്കുന്നതിന് പകരം ഇതിനകത്തുള്ള വായു വെള്ളത്തിനെ താത്തി. അതാണ് ഇവിടെ സംഭവിച്ച സംഭവം. ഇനി ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക.